പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ തൃശൂർ ഭദ്രാസനത്തിൽ കീഴിലുള്ള പെഞ്ഞാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ ഡിസംബർ 9, 10 ചൊവ്വ ബുധൻ തീയതികളിലായി പരിശുദ്ധനായ മോർ യാക്കോബ് മവ്സ്കോ സഹദായുടെ 157-ാം തിരുശേഷിപ്പ് സ്ഥാപിത പെരുന്നാൾ ആചരിക്കുമെന്ന് കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. തിരുശേഷിപ്പിന് അനുഗ്രഹീതമായ ഇന്ത്യയിലെ ഏക ദേവാലയമാണിത്. പെരുന്നാളിലെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാവ കാർമ്മികത്വം വഹിക്കും. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രോപൊലിത്തായും കൊച്ചി ഭദ്രാസനമായ ആബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് പെരുന്നാളിന്റെ ആദ്യ ദിവസമായ ഡിസംബർ 9 ചൊവ്വാഴ്ച രാത്രി 7:30 പള്ളിയിൽ പ്രൗഢഗംഭീര സ്വീകരണം നൽകും. സ്വീകരണ പരിപാടികളിൽ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാർ ക്ലീമീസ് കുര്യാക്കോസ്, കോഴിക്കോട് ഭദ്രാസനാധിപൻ മോർ ഐറേനിയോസ് പൗലോസ്, UK ബാംഗ്ലൂർ, മൈലാപ്പൂർ ഭദ്രാസനാധിപൻ മോർ ഒസ്താത്യോസ് ഐസക് എന്നീ മെത്രോപൊലിത്തമാർ പങ്കെടുക്കും. ഡിസംബർ 9 ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് പടിഞ്ഞാറ്റുമുറി സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ നിന്ന് പെരുന്നാൾ റാസ ആരംഭിച്ച് സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിത കുരിശുപള്ളി ധൂപ്രാർത്ഥന നടത്തി പള്ളിയിൽ തിരിച്ചെത്തും. തുടർന്ന് രാത്രി 7:30 പള്ളിയുടെ മുന്നിൽ നിന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവായ്ക്കും അഭിനന്ദ മെത്രോപൊലിത്തമാർക്കും സ്വീകരണം, സന്ധ്യ നമസ്കാരം, പൊതുസമ്മേളനം, ആശീർവാദം, അത്താഴ സദ്യ എന്നിവ നടക്കും. ഡിസംബർ 10 ബുധനാഴ്ച രാവിലെ 6:30 പ്രഭാത പ്രാർത്ഥന, 7 മണിക്ക് വിശുദ്ധ മോർ ഐറേനിയോസ് പൗലോസ് മൂന്മേൽ കുർബാന, മോർ ബസേലിയോസ് എൽദോ ബാവായുടെ തിരുശേഷിപ്പിൽ ധൂപപ്രാർത്ഥന, സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായ കുരിശുപള്ളിയിലേക്ക് റാസ, പെരുന്നാൾ സന്ദേശം, ആശീർവാദം, നേർച്ച വൈകുന്നേരം 5 മണിക്ക് പാർശ്വ നേർച്ച വിളമ്പലും നടക്കും. പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരിമാരായ ഫാദർ ബേസിൽ കൊല്ലാർമല്ലി, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ T രാജൻ, അഡ്വക്കേറ്റ് പ്രതീഷ് B വർഗീസ് എന്നിവർ പങ്കെടുത്തു.